ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രസിഡന്റ് മുമ്പിൽ സംസാരിച്ചിട്ടില്ല. സാധിക്കുന്നവരോട് എനിക്ക് വെറുതെ സൈക്കിള ഇതൊക്കെ. എനിക്ക് സൈക്കിള ലാൽ സാറിനെ മോശമായിട്ട് പറയുമ്പോ, എനിക്ക് സൈക്കിള മമ്മൂക്കാനെ മോശമായിട്ട് പറയുമ്പോ, ദിലീപേട്ടനെ പറഞ്ഞ എനിക്ക് ഒരിക്കലും സൈക്കിളില്ല. ആണ് ദിലീപ് ഫാൻ. സംസാരിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്നെ അതിന്റെ ടാർഗറ്റ് ആവും, അതിന്റെ പ്രശ്നമാണ്. ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്. എന്നിട്ട് അത് വേണ്ട നിങ്ങൾ എപ്പോ കേട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവരോട് രണ്ടുപേരോടും ചോദിച്ചോളൂ, നിങ്ങൾ എപ്പോഴാണ് വന്നിട്ട് നമ്മളോട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവര്. അതുണ്ടാവുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള ടൈറ്റിൽ ഇട്ടതിനെ കുറിച്ചാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരവാദിത്തം ഷാരിസിന്റെയും ബിന്ദുവിന്റെയും ഇവരുടെ ചർച്ചയിലുണ്ടായ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മള് അത്രയും സിനിമകൾ ചെയ്യുകയും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ ചെയ്ത മായ, മോഹിനി, പച്ചക്കുതിര, സൗണ്ട് തോമ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ചുരുക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ബിഗിനിങ് തുടങ്ങിയല്ലേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയതിൽ കുറച്ച് കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്. അതിന്റെ ക്യാപ്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് സംസാരിക്കുന്നുണ്ടായി. അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ ആ സിനിമയിലേക്ക്, നമ്മൾ അത്ര കാലം ചെയ്ത സിനിമയെ ഒരു നിമിഷം കൊണ്ട് ഓർമ്മിപ്പിക്കാന്ന് പറയില്ലേ, ആ ഓർമ്മപ്പെടുത്തലുണ്ടാക്കിയത് ഇവരുടെ ഇതാണ്. ഷാരിസ്, താങ്ക്സ് എ ലോട്ട്. നിങ്ങളല്ല, സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ചില ഓവറാക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിലീപേട്ടന്റെ പാട്ടുകളിലൊന്നാണ് തേയിലറങ്ങും മുകില്. വളരെ വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ പാട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓവറാന്നറിയാം, രണ്ടുപേര് പാടുക നല്ല ഓവറാന്നറിയാം. എന്നാലും തേയിലറങ്ങുമുകിലേ മഴ ഇത് മാത്രം. താങ്ക് യു. അടുത്ത ഓ ദിലീപേട്ട ജനപ്രിയ നായകൻ ജനമനസ്സുകളിലേക്ക് പിന്നെ എത്തിയ സന്തോഷമാണ് എല്ലാവർക്കും. തിയേറ്ററിൽ ഇറങ്ങിയ എല്ലാവരോടും ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് ആണ്. പഴയ ഒരു ദിലീപേട്ടനെ കാണാൻ സാധിച്ചു. ഹ്യൂമറുകൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ആസ്വദിക്കുക, കുട്ടികളായിട്ട് വന്ന് ആസ്വദിച്ച് കണ്ടുപോകാൻ പറ്റുന്ന ഇതേപോലെ ഒരു സോളോ ഹിറ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അല്ല, ഹിറ്റുകൾ സംഭവിക്കുന്നതല്ലേ. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും എല്ലാവരും, എല്ലാ കലാകാരന്മാരും, എല്ലാ നിർമ്മാതാക്കളും, എല്ലാ സംവിധായകരും, എഴുത്തുകാരും ചേർന്ന് ഈ സിനിമ ഹിറ്റാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ എത്ര സിനിമ ഹിറ്റാവും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല. അത് ദൈവാനുഗ്രഹവും അതുപോലെ നമ്മളുടെ സമയം, അതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടം, ഇങ്ങനെ ഒരുപാട് ചേരുവകൾ കൂടുമ്പോൾ ആണ് നമുക്ക് വലിയൊരു ഹിറ്റ് കിട്ടുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വലിയൊരു ആ ചേരുവകളെല്ലാം കറക്റ്റായിട്ട് ഈ സിനിമക്ക് ഒത്തു കിട്ടി. അത് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അഭിനയിച്ച 150ാമത്തെ സിനിമയ്ക്ക് തന്നെ അത് കിട്ടിയത് വലിയ സന്തോഷം. ദിലീപേട്ട, അതുപോലെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ പോലത്തെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതായിരിക്കണം, മറ്റൊരാളുടേതാവരുത് എന്നുള്ളത്. ശരിക്കും സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്കും പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണോ ഒരു ഡയലോഗ് ഇച്ചിരി ഇമോഷണലി അത് പറയാനൊരു കാരണം? അല്ലെ, ഇമോഷണലി ശരിക്കും അത് പ്രിൻസ് എന്ന കഥാപാത്രം സംസാരിച്ചിരിക്കുന്നതാണ്. ഈ സിനിമയ്ക്ക് ഉള്ളൊരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ അവസ്ഥകളിൽ അല്ലെങ്കിൽ ആനുകാലിക സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തെയാണ് ശരിക്കും പറഞ്ഞ ഈ കൊച്ചു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിനെ, കാരണം നമ്മളെല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു 95-99% ആൾക്കാരും അതിൽ
സത്യസന്ധമാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അഭിപ്രായമാണ്. അത് വേറൊക്കെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെയാണെന്ന് അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട്, ഒരു കാര്യത്തെ കുറിച്ചിട്ട്. അപ്പൊ അതുപോലെ തന്നെ പക്ഷെ ഈ ഒരു സിനിമ ഗംഭീര വിജയമാക്കുന്നത് അതിലെ എല്ലാവരുടെ ടേസ്റ്റും എല്ലാവരുടെ അഭിപ്രായവും എല്ലാം ഒരേ പോയിന്റിലേക്ക് വരുമ്പോഴാണ് സൂപ്പറായിട്ട് കേട്ടോ, ഗംഭീരമായിട്ട് കേട്ടോ, നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെയാണ്. നമുക്ക് അറിഞ്ഞൂടെ ഇതിന്റെ ചേരുവകൾ നമ്മൾ ഉദ്ദേശിച്ചിടുന്നു, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിനിമയിൽ. ആ ചേരുവകളുടെ ഫോമുല നമുക്ക് അറിയില്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ആ സിനിമ പറയാറ്. പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം, ഇക്കയുടെ അഭിപ്രായം പറയാം. പക്ഷെ അത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സത്യം പറഞ്ഞ ഉർവശി ചേച്ചി ഇതിൽ ഒരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടറിന്റെ ആ പറയുന്നതിന്റെ പ്രസക്തി നമ്മുടെ ലൈഫിൽ വളരെ അല്ലേ എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററിൽ അത്രയും കയ്യടി ഉണ്ടാക്കുന്നത്. അത് അതുപോലെ വാല്യൂ ഉള്ള ഇന്ന് നമ്മളുടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാള സിനിമയുടെ, അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു നായികയാണ് അത് സംസാരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ആ വേഷം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നു നിന്നത് ഉർവശി ചേച്ചിയിലാണ്. ഞങ്ങൾക്ക് വേറൊരു മുഖം ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. ഞങ്ങൾ ഉർവശി ചേച്ചിയുടെ അടുത്താണ് പോയിട്ട് ചേച്ചി വേഷം ഒന്ന് ചെയ്യണം. കാരണം ഈ സിനിമയ്ക്ക് ചേച്ചിന് ആവശ്യമാണ്. ചേച്ചിക്ക് ചിലപ്പോൾ ഈ സിനിമ ആവശ്യമില്ലായിരിക്കും, പക്ഷെ ഈ സിനിമയിൽ ഈ കാര്യം പറയേണ്ടത് ചേച്ചിയായിരിക്കും. കാരണം ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടാണ്. നിങ്ങൾക്ക് പോലും അതിനോട് ദേഷ്യം തോന്നിയില്ല. ഇപ്പം നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പ്രഷറിലാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ടോപ്പ് ബോഡീസിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ, അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളോട് ശത്രുത അല്ലെങ്കിൽ നിങ്ങളോട് പരിഭവമൊന്നുമില്ല. സങ്കടമുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെ അഭിനയിച്ചൊരു സിനിമയാണ് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ സൊല്ലി എന്ന് പറഞ്ഞ ചിത്രം. ആ സിനിമ ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകനോ ഒരു മാധ്യമ സുഹൃത്തോ എത്രത്തോളം അവനവന്റെ ലൈഫിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും, നിങ്ങളെല്ലാവരും ഡിപ്രഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അങ്ങനെ ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിൻ്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ എന്നുള്ളത് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തും വേറൊരാളുടെ ജീവിതമുണ്ട്, വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനമാക്കിയാൽ പറയണത് അഭിപ്രായങ്ങൾ പറയാം. അത് നമ്മളേത് മാത്രമായിരിക്കണമെന്ന് പറയണത് അതുകൊണ്ടാണ്. അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്നെ അതിൻ്റെ ടാർഗറ്റാവും അതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്. ഇപ്പൊ അതുപോലെ തന്നെ വന്ന റിവ്യൂസിന്റെ കുറച്ചുകൂടെ പറഞ്ഞായിരുന്നു അശ്വന്ത് ഗോപിന്റെ. അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് ദിലീപേട്ടന്റെ എല്ലാ പടങ്ങളിലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഇത് ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, സിനിമയുടെ ഇതാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അത് അല്ല, പറഞ്ഞല്ലോ നേരത്തെ, അഭിപ്രായങ്ങൾ പറയാം, അത് വ്യക്തിപരമായിരിക്കും. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാലും നമ്മളെല്ലാവരോടും പറയുന്നത് നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക, അല്ലെങ്കിൽ കാണണം തോന്നുക, കഴിക്കണം തോന്നുക, അത് ഫീൽ ചെയ്യണം തോന്നുക എന്നുള്ളത് നമ്മളുടെ സെൻസ് കളയരുത്. നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ നമ്മളുടെ സീനിയർ ആക്ടേഴ്സിന്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത്, നമ്മൾ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല. അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ്.
അതുകൊണ്ട് എല്ലാം കേൾക്കാം, എല്ലാം കാണാം, പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. അതിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം. അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലൊന്നും മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല. ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഇന്ന് നമുക്ക് ഉള്ള ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ്. ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം, ഇത് നമുക്ക് കാണണം. അത് വേറെ ആളെ ഞാൻ ആരെയും മോശമാകുന്നില്ല, കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ്, അത് അവരുടെ ജോലിയാണ്, കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അത് ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യാവുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ആസ്വാദകര് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാവരും. പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്നൊരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടുകൂടി, അങ്ങനെ കാണാം. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും. നമ്മൾ എങ്ങനെ നെഗറ്റിവിറ്റി പേര് കൊണ്ട് നടക്കും? അല്ല ഒരാളെ മോശമായിട്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടോ ഇല്ല. എനിക്ക് എന്നിട്ടോ എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, അല്ല ഇത് മോശം കേട്ടോ, നിനക്കൊന്നും കറക്റ്റ് ചെയ്തൂടെ. അത് ഞാൻ ഉടനെ പോയി അതിനോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് അറിയാവുന്ന വ്യക്തിനെ പറയും, അല്ലേ ഉണ്ടായിരിക്കും. ഇത് എന്റെ വ്യക്തിപരമായ പ്രയോജനം. എവിടെ? അല്ല കുഴപ്പമില്ല, ഹാപ്പി അല്ലേ? ദിലീപേട്ട ഹാപ്പി അല്ലേ? ഓ താങ്ക് യു. ഹാപ്പി അല്ലേ? എന്ന് ഇതുപോലെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ചിരിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഈ വാക്കാണ് എനിക്ക് വേണ്ടത്. എന്റെ ഫസ്റ്റ് ധ്യാൻ മോഡൽ. ഞങ്ങൾ ഹാപ്പിയാട്ടെ. ധ്യാൻ ബ്രോനെ ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോ സാധാരണ പോകാറുള്ളവരങ്ങനെ പോയതാണോ അതൊരു ഹിറ്റ് ഫിലിമിന്റെ ഭാഗമായി പോകുന്നവരാണ് പോയത്? നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ബിൻഡോ ഞങ്ങള് മലയാളി ഫ്രം ഇന്ത്യ സിനിമ ചെയ്തു. ബിൻഡോ ആയിരുന്നു അതിന്റെ ചീഫ് അസോസിയേറ്റ്, ഷാരിസ് ആയിരുന്നു അതിന്റെ എഴുത്തുകാരൻ. അപ്പൊ ആ സെറ്റിലാണ് വെച്ചിട്ടാണ് ബിൻഡോ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ബിൻഡോയുടെ ലൈഫാണ് സിനിമ. അപ്പോൾ ബിൻഡോ അപ്പൊ ഈ കഥ പറഞ്ഞപ്പോഴേ ഈ ക്യാരക്ടർ ഉണ്ട് രണ്ടനിയന്മാരുടെ കൂട്ടത്തില്. ഞാനും എനിക്കൊന്ന് ഫസ്റ്റ് കാസ്റ്റ് തന്നെ ജോസൂട്ടിനായിരിക്കും. ആ കാസ്റ്റ് ചെയ്തല്ല, അങ്ങനെ ഡിഫോൾട്ടാ കയറി നമ്മുടെ ഉണ്ട്. അപ്പോ അതെ, ഞങ്ങൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിൻഡോനോടും ഷാരിസിനോടുള്ള സൗഹൃദമാണ് ഈ സിനിമ വരേണ്ട മാത്രം. അല്ല, ഇപ്പൊ ഒരു ഹിറ്റ് കിട്ടിയല്ലോ, മനസ്സിൽ എന്തെങ്കിലും മാറിയോ? ഇനി എല്ലാ ആഴ്ചയും ഇനി സിനിമ ഉണ്ടാവും? ഒരെണ്ണം കൊണ്ടൊന്നും ചെയ്ത പാപങ്ങൾക്ക് ഇത് വരും. സിനിമ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളുടെ അച്ഛനും മോനുമുള്ള ആ കോമ്പോ വലിയ രീതിക്ക് ഈ സിനിമയിൽ വർക്കായിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് ഈ തമാശ രീതിക്ക് പറഞ്ഞതാണെങ്കിലും നിങ്ങൾ തമ്മിൽ തമാശകൾ പറഞ്ഞ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴും ഒരു സിനിമയിൽ വേണ്ടി നിങ്ങളോട്ടും ആ കോമ്പോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ആ ഒരു കോമ്പോ എങ്ങനെയാണ്? അതിപ്പോൾ ഞാനും ദിലീപും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ദിലീപിൻ്റെ സഹതാരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോഴും ഞാൻ എൻ്റെ കൂടെ മറ്റുള്ളവർ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും. അത് ഹ്യൂമർ മാത്രമല്ല, അല്ലാതെ പല കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഈ ഷാരിസിനോടും ബിൻഡുവോടും ചോദിച്ചാൽ അറിയാം, നമ്മൾ സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ, നമ്മളിങ്ങനെ ചോദിച്ച് അത് എത്ര കിട്ടിയാലും ഇത് കുറേ കൂടെ നന്നാക്കാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് ദിലീപ് ഞാനൊരു സ്ഥിരം ചെയ്യുന്നതാണ്. ഇനി ഷാരിസും ബിൻഡോ വന്നിട്ട് അത് വേണ്ട ഇവൻ എപ്പോൾ കേട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവരോട് രണ്ടുപേരോടും ചോദിച്ചോളൂ, നിങ്ങൾ എപ്പോഴാണ് വന്നിട്ട് നമ്മളോട് അത് വേണ്ട
അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അവര്. അത് അങ്ങനെയല്ല, അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കഥാപാത്രമാണ്. അതിന്റെ ഒരു സ്കെലിറ്റൺ മാത്രമാണ് അവർ നമുക്ക് തരുന്നത്. അതിന് മജ്ജയും മാംസവും എല്ലാം വെച്ച് പിടിപ്പിച്ച് അതിനൊരു സ്വഭാവം കൊണ്ടുവരേണ്ടതും അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. ഇപ്പൊ എനിക്കൊരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ഏറ്റവും നന്നാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അപ്പൊ അതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ 10-40 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ മനസ്സിലായി തന്നെയാണ് പറയുന്നത്. നീ തീർന്നതാണ്. ഭാഗമാണ് അങ്ങനെയുള്ള. അതിപ്പോ ദിലീപ് ഞാൻ ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ മാത്രമല്ല, ദിലീപ് മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാനും മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു ജോലിയുടെ ഒരു ഭാഗമായി തന്നെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബാലൻ വക്കീലും ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അതായത് നമ്മൾ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ സിനിമയിൽ കണ്ട ആളുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് ഇപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് പുതിയ സിനിമകൾ തുടക്കക്കാരനെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് ഈ സിനിമ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. സിദ്ദിഖേട്ടനോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖേട്ടൻ അപ്പോൾ തന്നെ അത് വളരെ ഒരു കൊച്ചുകുട്ടി ഇവിടെ ശ്രദ്ധിച്ചെന്ന് കേട്ടിട്ട് സിദ്ദിഖേട്ടൻ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് അപ്പോൾ പറയുകയാണ്. ഇവരെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അവര് അത്രയും ഉത്തരവാദിത്തത്തോടെയും അത്രയും റെസ്പെക്റ്റോടും കൂടിയാണ് സിനിമയെ കാണുന്നത് എന്നുള്ളതാണ് അവരുടെ ഈ സിനിമ ലൈഫിൽ നല്ല നല്ല സിനിമകൾ അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ആദ്യം തന്നെ ഞാൻ ദിലീപേട്ടന്റെ വലിയൊരു ഫാനാണ്. ഞാൻ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മീഡിയ ഫീൽഡിൽ വരാൻ കാരണം എനിക്ക് ഇഷ്ടമുള്ള 2 നടന്മാരെ ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അതൊന്ന് വിജയ് ആൻഡ് ദിലീപേട്ടൻ. അത് ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ, ടൈറ്റിൽ കാർഡ് കണ്ടായിരുന്നു എല്ലാവർക്കും. ഏതൊരു ദിലീപ് ഫാനിനും മനസ്സിൽ കൊള്ളുന്ന ഒരു ടൈറ്റിൽ കാർഡായിരുന്നു. അത് ദിലീപേട്ടന്റെ നന്ദി സൂചകമായിട്ടുള്ള വാചകങ്ങൾ. ഈ ഒരു നിമിഷം ഇപ്പൊ മൂവി ഇറങ്ങി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുവാണ്. ഈ ഒരു നിമിഷം ആരാധകരോട് അല്ലെങ്കിൽ പ്രേക്ഷകരോടായിട്ട് ദിലീപേട്ടൻ എന്താണ് പറയാനുള്ളത്? 30 വർഷമായി ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയം തുടങ്ങിയിട്ട്. 91-ലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്, വിഷ്ണുലോകം. അതിനുശേഷം ആ സമയത്തൊക്കെ മിമിക്രി ഉണ്ടായിരുന്നു. അവിടെയും ശരിക്കും പറഞ്ഞ പ്രേക്ഷകരായിട്ടുള്ള ബന്ധത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. 95-ൽ അഭിനയം തുടങ്ങി. ഈ 30 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷം ചെയ്യാനുള്ള അവസരം പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നു. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഒരു വിജയം വേണമെന്ന്, അവനത് ആവശ്യമാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം അവർ ഓടി വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എൻ്റെ ഒരു 100ാമത്തെ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ ആ സിനിമ ഒരു പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ 150 വലിയ പ്രസക്തിയൊന്നുമില്ല. അതങ്ങനെ നടക്കും. ഒരു കലാകാരനെ സംബന്ധിച്ച് വിജയം ഉണ്ടാവും, പരാജയമൊക്കെ ഉണ്ടാവും, അതൊക്കെ. പക്ഷെ ചില മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞില്ല. ഒരു കലാകാരനെ സംബന്ധിച്ച് 100 സിനിമ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ 150 സിനിമ ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഒരു മഹാ കലാകാരനാണ് ഈ ഇരിക്കുന്നത്. എന്നെ എണ്ണം പോലും പിടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. അമ്മാതിരി സിനിമകളുള്ള ഒരാളാണ്. അപ്പോ 100ാമത്തെ സിനിമ കഴിഞ്ഞ് 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ അതും യാദൃശികമായിട്ട് മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും ആ സമയത്ത് ഒരു കുടുംബ പ്രേക്ഷകർക്കുള്ള ഒരു കഥയുമായിട്ട് എത്തുക എന്ന് പറയുന്ന ഒരു ദൈവനിയോഗമാണ്. അത് എനിക്ക് ഏറ്റവും വലിയൊരു വിജയം ആവശ്യമുള്ളൊരു സമയത്തേക്ക് വേണ്ടി വെച്ച ഒരു സിനിമ പോലെ. അതിനാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി പല പേരുകൾ പറഞ്ഞു. അവസാനമാണ് അവർ പറഞ്ഞ ഇത് പ്രിൻസിന്റെ കഥയാണ്. ഈ സിനിമയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി അതാണ് കാരണം. ഇത് കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ചെറുപ്പക്കാരികളും അതുപോലെ ആ ഒരു മധ്യപ്രായത്തിലേക്ക് കയറുന്ന ആളുകള്, പ്രായമായ ആളുകള് ഒക്കെ ഉള്ള, അതാണല്ലോ ഒരു കുടുംബം. എല്ലാവരും ചേർത്തിട്ടുള്ള ഒരു പാക്കേജാണ്. അല്ലാണ്ട് ഇത് യൂത്തിന്റെ സിനിമയാണ് അല്ലെങ്കിൽ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള, അങ്ങനെയല്ല. ഇതൊരു പാക്കേജാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂത്തിന്റെ സിനിമയല്ലേ.
കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് 20 അല്ലെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ റീലിനും അതുപോലെ അവനവൻ്റെ ലൈഫിലെ ഓരോ പേഴ്സണൽ മൊമെന്റ്സും പബ്ലിക്കിനോട്, ഒരു സൊസൈറ്റിയോട്, ഒരു ലോകത്തിന് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് ചെറുപ്പക്കാർ തന്നെയാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പൊ അതിലെ ഒരു കഥാപാത്രത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാളെയാണ് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വേഷമാണ് റാണി ചെയ്തത്. റാണി ചെയ്ത ആ വേഷം ഇത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പേരെ നമ്മൾ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അന്യമല്ല കഥാപാത്രം. ഈ സിനിമയിലെ മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് അന്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചത് പ്രേക്ഷകര്. ആ പ്രേക്ഷകരോട് തീരാത്ത നന്ദി കടപ്പാടും അറിയിക്കുന്നു, എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും. ദിലീപേട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലാവട്ടെ, രാമലീലയിലാവട്ടെ, അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ, അതോ ദിലീപ് എന്ന വ്യക്തി അത് ബോധപൂർവ്വം ആ സമൂഹമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഡയലോഗുകളാണ്? അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഡയലോഗ് ഡെലിവറി? ഒരിക്കലുമല്ല. രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന് ഫുൾ ഡബിങ് തീർന്ന സിനിമയാണ്. അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയം. പക്ഷേ സിനിമയും റീലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദൃശ്ചികമാണ്. അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്ക് ഉണ്ടായത് ഇതിലേതാണ് റിയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് ചിലത് അങ്ങനെ സംഭവിക്കില്ല. ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ കഥാപാത്രം എന്തു പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത് അല്ലാണ്ട് മനഃപൂർവ്വം അത് എൻ്റെ ഈ റൈറ്റേഴ്സും സമ്മതിക്കില്ല. ഞാൻ വന്നിട്ട് ഇതും കൂടി കേട്ടിക്കോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുളച്ചു നിൽക്കുന്നത് തന്നെയാണ്. അതൊരു ഫീൽ ഉണ്ടാവില്ല. അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രസിഡന്റ് മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെ കുറിച്ചല്ലാത്ത ഒരു വിഷയവും. കാരണം എനിക്ക് അതിനോട് സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല, പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും. ആ ദിവസത്തിലെ നമുക്ക് കാത്തിരിക്കാം. അല്ല സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല. സിനിമയിലൂടെ പറയുന്നത് എൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ. താങ്കളുടെ എല്ലാ സിനിമകളും നോക്കിയാലും ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. അതായത് താങ്കളുടെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും പറയുന്നത്. ഇപ്പം ക്യൂവിലായാലും ശരി, മലയാള ഫിലിമിലായാലും ശരി, ജനഗണമനയായാലും ശരി, പ്രിൻസിലായാലും ശരി, ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്, സൊസൈറ്റി എനിക്ക് ഒരു പ്രതിഷേധം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5-6 വർഷമായിട്ട് അറിയുന്ന ബിൻഡോ സ്റ്റീഫൻ എന്ന സംവിധായകൻ, ബിൻഡോയുടെ ലൈഫിൽ നിന്നാണ് എനിക്ക് പ്രിൻസിനെ കിട്ടുന്നത്. അതാണ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അല്ലാതെ നമ്മളെ എഴുത്തിൽ വരുന്ന നമ്മളൊരു സാമൂഹിക ജീവിയാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എവിടെയൊക്കെയോ വന്നു പോകുന്നതാണ്. ഇന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയോ സിനിമയോട് വല്ലാതെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് വെച്ച് സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. നമ്മളൊരു സിനിമ ചെയ്തു പോയി, നമ്മൾ സിനിമ ചെയ്തത് മോശമായാൽ അത് മോശം സിനിമ മാത്രമാണ്. അത് വെറുക്കപ്പെടേണ്ട ഒരു സിനിമയല്ല. ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതി തോറ്റാൽ അത് തോറ്റ ഒരു വിദ്യാർത്ഥി അല്ലാണ്ട് വെറുക്കപ്പെട്ടവരാണ് എന്ന് തൊട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരോട്, അതുല്യ സംവിധായകരോടൊക്കെ വെറുപ്പ് വന്നു തുടങ്ങിയത്. അത് നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ? അല്ലേ? നമ്മള് മഹാനടന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന, മനസ്സിൽ കൊണ്ടുനടക്കുന്ന കലാകാരന്മാരോട് എന്ന് തൊട്ടാണ് അവരിന്മേൽ വെറുപ്പ് ഉൽപ്പാദിക്കാൻ തുടങ്ങിയത്. ആ വെറുപ്പിന് തടയിട്ടിരിക്കും. ഈ പറയുന്ന ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അതാണ്. ആ വെറുപ്പ് അതുല്യ നമ്മളൊക്കെ ഇവിടെ ഒരുമിപ്പിക്കുന്ന എന്താണ്? ജാതിയോ മതമോ ലിംഗമോ വർണ്ണമൊന്നുമില്ല, സിനിമയാണ്. എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും,
അപ്പുറത്ത് ഒരു മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം കവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉത്സാഹത്തോടെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും. അത് സിനിമയോടുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ ഒരു വർഷം ലിസ്റ്റിന്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ലിസ്റ്റിന്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് സിനിമയുടെ കാര്യങ്ങളിൽ. ഒരുമിച്ച് ഞാൻ ലിസ്റ്റിനൊക്കെ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം, ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ 5 മിനിറ്റോ 10 മിനിറ്റോ റിവ്യൂവിൽ പണയം വെക്കാൻ ഞങ്ങൾ റെഡിയല്ല. ആ റെഡിയല്ല എന്നുള്ളതിന്റെ മറുപടിയാണ് ഓൾ കേരളയിൽ ഈ പറയുന്ന ജനങ്ങൾ വന്നിട്ട് തിയേറ്ററിൽ കാണുന്നത്. അത് ഇനിയെങ്കിലും ഞാൻ ഈ സിനിമ വെച്ചിട്ടല്ല പറയണം. ഐ നോ ഐ ആം പ്ലെഡ്ജിങ് മൈസെൽഫ്. എനിക്ക് സംഭവിക്കുന്നത് എന്തോ ആവട്ടെ, സിനിമ ഇല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അധ്യാപകനാണ്, ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകും, അല്ലെങ്കിൽ മലമ്പം ഹാർബറിൽ മീൻ ചോക്കാൻ പോകും. പക്ഷെ ഈ വെറുപ്പിന് നിന്ന് കൊടുക്കാൻ കാര്യമില്ല. നമ്മൾ ഈ വെറുപ്പ് ഇവിടെ തീരണം. എനിക്ക് ലാൽ സാർ എന്ന മഹാനടനെ വെച്ച് ലിജോ ജോസ് പല്ലിശ്ശേരി സാർ ഒരു പടം ചെയ്തിട്ട് ഞാൻ ആ സിനിമ മലയക്കോട്ട വാല്യം കണ്ടു വരുമ്പോൾ ഞാൻ കാണുന്നത് ലിജോ സാർ നടത്തുന്ന പ്രസ് മീറ്റ് ആണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, എന്തിനാണ് ഇത്രയധികം ഹെയ്റ്റ് ഒരു സിനിമയോട്? ചിന്തിക്കേണ്ട വാക്കുകളില് എന്തിനാണ് ഒരു സിനിമയോട് ഇത്രയധികം ഹെയ്റ്റ്? ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല, അത് പറയാമല്ലോ. റെസ്പെക്ട് വിട്ടിട്ട് ഒന്നിനും ഈ ഫ്രട്ടേണിറ്റി, നമ്മളൊക്കെ ഒരു ഫ്രട്ടേണിറ്റിയാണ്. ആ ഫ്രട്ടേണിറ്റി നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ വി ഓൺ ദ റെസ്പെക്ട്. നമ്മളെല്ലാവരും വി ആർ ഹംബിൾഡ് ബൈ ദ സക്സസ്. ആ സക്സസ് ഈ ഹെയ്റ്റിനെതിരെയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. ഈ സിനിമയിലെ റിലീസിന്റെ തലേദിവസം എല്ലാ റിവ്യൂവേഴ്സിനും എല്ലാവരെയും പേഴ്സണലി വിളിച്ചിട്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഞങ്ങളുടെ ബേബിയാണ്. ഇവിടെ ഇരിക്കുന്ന പലരും ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ബേബിയാണ്. പക്ഷെ ഒരിക്കൽ പോലും നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പടച്ചവൻ സത്യം. എന്റർടൈൻമെന്റ് കീഴിലെ ജിനേഷിനെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സിനിമ കാണണം, സിനിമയെ കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഓൺ ക്യാമറ പറയണം. ഓൺ ക്യാമറ. ഇത് ഞങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അത് റൈറ്റാണ്, മീഡിയയുടെ റൈറ്റാണ്. പക്ഷെ ഈ പറയുന്ന വെറുപ്പിന്, അപ്പൊ ജിനേഷിനോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വിളിച്ചു കേട്ടോ. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. സീക്രട്ട് ഏജന്റിലെ സായിനെ വിളിച്ച് പലരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, പബ്ലിക്കായിട്ട് നിങ്ങൾ വിമർശിച്ചോ, പക്ഷെ ഈ വെറുപ്പിന് ഇനി മുതൽ ഞങ്ങൾ നിന്ന് കൊടുക്കില്ല. സിനിമ ആസ് എ ഫ്രട്ടേണിറ്റി വി വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഹേറ്റ്, വി വിൽ സ്റ്റാൻഡ് ഫോർ സിനിമ. ഞാനിപ്പോൾ ഒരു കാര്യം താങ്കളിപ്പോൾ പറഞ്ഞു വെച്ചത് താങ്കൾ അഭിനന്ദിക്കുന്നു. താങ്കളുടെ പേനകൾ ഇനിയും ചലിക്കണം, ഒരു മാറ്റം, ഇനിയും ഇങ്ങനെ പേനകൾ ചലിക്കണം. താങ്കളിലേക്ക് ചില ആളുകൾ താങ്കളെ കുറ്റപ്പെടുത്തി ഇത് മുമ്പേ സിനിമയിലേക്കൊക്കെ വരുന്നുണ്ട്. താങ്കളിലേക്കും ഒരു വെറുപ്പിടുന്നു. എന്താണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ താങ്കൾ ഇനി എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കണം. താങ്കളുടെ കഥകൾ അത്ര കാമ്പുള്ള കഥകളാണ് സിനിമകളെല്ലാം ഇരിക്കുന്നത്. ജനങ്ങളെ ഒട്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന്റെ ആഴത്തിൽ തട്ടുന്ന കഥകളാണ്. താങ്കളിപ്പോൾ പറഞ്ഞ ലിസ്റ്റിലെ ഓഫീസിൽ ഒറ്റയ്ക്ക് അറിയുന്നുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളൂ, താങ്കളുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ കണ്ണുനീരിന്റെ ഫലമാണ് ഈ സിനിമ ഇത്രയും വിജയമായ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയൊരു കഥകൾ എഴുതുമ്പോഴും പല കാര്യങ്ങളും ആലോചിക്കേണ്ട വരും. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും താങ്കളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? ഹൈദർക്ക്, അത് നമ്മളുടെ അടുത്ത സിനിമ എവിടെ നിന്നാ വരിക നമുക്കറിയില്ല. നമുക്ക് എവിടെ നിന്നാണ് അടുത്തൊരു ഇത് കിട്ടുക നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് എന്റെ സിനിമ ഞാൻ ഇറലവന്റ് ആണ്. ഹൈദർക്ക്, ഞാൻ ഇറലവന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 100 വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം പറയണം. ആ ഇൻഡസ്ട്രിയിലെ ഞാൻ ആരാധിക്കുന്നവരോട് എനിക്ക് വെറുപ്പ് സൈക്കിള. ഇതൊക്കെ എനിക്ക് സൈക്കിള. ലാൽ സാറിനെ മോശമായിട്ട് പറയുമ്പോ എനിക്ക് സൈക്കിള, മമ്മൂക്കാനെ മോശമായിട്ട് പറയുമ്പോ, ദിലീപേട്ടനെ പറഞ്ഞ എനിക്ക് ഒരിക്കലും സൈക്കില്ല. ഞാൻ ദിലീപ് ഫാൻ. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയണം. ഞാൻ ഇവിടെ നമ്മൾ വേറെ ഇതിലേക്ക് പോകും. ഞാൻ ഈ പറയുന്നൊന്നും പ്ലീസ് ആസ് എ റൈറ്റർ നിങ്ങൾ എടുക്കുക. സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരാളായിട്ട് പറയണം പ്ലീസ്. അത് അതിന് വേറൊരു കോണ്ടെക്സ്റ്റിലായി പോരുത്. നമുക്ക് അടുത്ത സിനിമ എവിടുന്ന വരികയെന്നറിയില്ല. എന്റെ അടുത്ത സിനിമ വിജയ പരാജയം. ഐ എം ഇറലവന്റ്. സിനിമയോട്, ആർട്ടിസ്റ്റിനോട്, സിനിമയോട് റെസ്പെക്ട് വേണം. ഒരു മിനിറ്റ്, സോറി, ഞാൻ ഇടയിൽ ഇപ്പൊ ഷാരിസ്ക പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനിപ്പം പറയാണ്. ആണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തോ ആയിക്കോട്ടെ, നല്ലതിനെ നല്ലതിനും മോശത്തിന് മോശം തന്നെ പറയണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാ സിനിമകളെയും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്, അതും കൂടി ഓർക്കാം. ഷാരിസ്ക പറഞ്ഞ പോലെ ഇപ്പം മലയക്കോട്ട വാലിബന്റെ കാര്യം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആ സിനിമ എനിക്ക് അറിയില്ല, ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച ഒരാളാണ്.
ലാലേട്ടൻ്റെ ഫാൻ കൂടി ആയതുകൊണ്ട്. പക്ഷെ അത് മാത്രമല്ല, ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല, ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും അത്ര ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പടത്തിന് ഈ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോൾ എനിക്ക് അറിയില്ല, ഈ വളരെ മോശമായിട്ട് തന്നെ പറയണം. കാരണം അത്രയും വെറുപ്പ് തന്നെ, ഷാരിസ്ക പറഞ്ഞ പോലെ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത്. അത്തരത്തിൽ മോശം പറയാനുള്ളതാണോ ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ ഒരിക്കലും കടമെടുക്കരുത്. നമ്മുടെ തന്നെ സിനിമ പോയി കണ്ട് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം. അഭിപ്രായം പറയുമ്പോഴും അതിൽ ഒരു തന്മയത്വം ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. ലിസ്റ്റിൻ, മലയാള സിനിമയിലെ ലിസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത് ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. പക്ഷെ പലപ്പോഴും താങ്കളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുള്ളത് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സാന്താ തോമസിന്റെ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പം അതേപറ്റി എന്താണ് പറയുക? കാരണം വെച്ചാൽ താങ്കൾ മലയാള സിനിമയെ വാഴ ശ്രമിക്കും, മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനെ അവസരങ്ങൾ നഷ്ടപ്പെടും, ഇത് ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല എന്നൊരു ഇതൊക്കെ വന്നാൽ എന്താണ് പറയുന്നത്? എനിക്കോ അല്ല, ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. നമ്മളിപ്പോ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റ് ഈ വശത്തേക്ക് വരും, നമ്മൾ മുഖത്തടിക്കും, ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചെതറിപ്പോകും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ ചീവി നല്ല പക്കയായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്, കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പല വശത്തേക്ക് പോകും. പിന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ മുടി റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ പലതരം കാറ്റുകൾ വരും, നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം. ഇവർ പ്രൂവ് ചെയ്യണം, മനസ്സിലായി. നമ്മൾ ഓരോ സിനിമകളും റിസ്ക്കാണ്. ഇപ്പൊ ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പല ആൾക്കാരും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവൻ പറയുന്നു. ഇതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരവരുടെ ആ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പോഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരു ഇതിലേക്ക് പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനും ഈ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സിനിമയെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം. നമ്മളിപ്പോൾ 4-5 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ 2 സിനിമ വിജയിക്കും, 3 സിനിമ പരാജയപ്പെടും. വീണ്ടും നമ്മളൊരു അവസാനം ഇതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷ്യൻ അല്ലല്ലോ. മജീഷ്യന്മാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്ര സ്ഥലത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പോയിക്കൊണ്ടിട്ടേ ഇരിക്കും, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിട്ടേ ഇരിക്കും. കഥ നിൽക്കത്തില്ല എന്ന് എൻ്റെ പൈസയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വരെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. അതെന്റെ ലക്ഷ്യമാണ്. അതിപ്പോ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കുക, അസോസിയേഷൻ മെമ്പറായിട്ടൊന്നല്ല, പ്രൊഡ്യൂസർ എന്നല്ല ചോദിക്കുക. അപ്പം ഓരോ മാസം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഇത് കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ ശരിക്കും പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ലല്ലോ. എന്റെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വരുമല്ലോ, എല്ലാവരുടെയും സിനിമകളിലും വരുമല്ലോ. അതൊരു കൂട്ടായ തീരുമാനമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ കേരളത്തിൽ മാത്രം കണക്കുകളാണ് വെളിയിടുന്നത്. പ്രൊഡ്യൂസറിന് പക്ഷെ ലാഭം ഉണ്ടാകുന്ന അല്ല. ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ പുറത്തുനിന്ന് കുറെ പേര് അങ്ങനെ വാർത്തകൾ വന്നല്ലോ, പുറത്തുനിന്ന് സിനിമയിലേക്ക് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവർ ഒരു ബാക്കൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക പ്രവണത മലയാള സിനിമ വളരുന്ന ആ ഒരു സ്റ്റേജില് തളർത്തുന്ന പോലെ. അല്ല, ഞാൻ ആക്ച്വലി പ്രിൻസാൻ ഫാമിലിയുടെ പ്രസ് മീറ്റിലാണ് ഇത്. പക്ഷെ ഇത് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും ഞാൻ പറയുന്നത് അത് ഒരു കോമൺ ആയിട്ട് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അപ്പൊ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷററാണ്. എനിക്ക് ചിലപ്പം ഈ അഭിപ്രായത്തോട് ചിലപ്പോൾ ഒരു വിയോജിപ്പുള്ള ഒരാളായിരിക്കാം. പക്ഷെ എന്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റത്തില്ല. 21 പേരും സെലക്റ്റഡ് ആണ്. അപ്പൊ ആ 21 പേരിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള അല്ലെ, ഒരു അമ്മ അസോസിയേഷൻ ആയിട്ടാണെങ്കിലും അവർക്കൊരു കോമൺ ആയിട്ടൊരു തീരുമാനമുള്ളൂ. ഏത് അസോസിയേഷൻ ആണെങ്കിലും പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരുപക്ഷെ അത് ചിലപ്പോ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി വരും മാസം മുതൽ അത് ചിലപ്പോ നിർത്തിയേക്കാം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റിന് ഇങ്ങനെയാണല്ലോ, ഇനി വേറൊരു അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് വരാനുള്ളത്. അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള ലിസ്റ്റിൻഷിപ്പ് ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് പണി തന്നത് എന്ത് കാര്യം? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ധ്യാനം ഇട്ട് കൊടുക്കും.
ബൈക്കിൽ പോകുമ്പോൾ ഇടയ്ക്ക് പെട്രോൾ അടിക്കണം കേട്ടോ. മുടി ഇങ്ങനെ പാറി ഇങ്ങനെ പോവില്ല ബൈക്കിൽ. താങ്ക് യു. നമ്മൾ അടുത്ത 2-3 ചോദ്യത്തിലെ വൈൻഡപ്പ് ചെയ്യുന്നതായിരുന്നു. നായികയുടെ അടുത്താണ്. നായിക ഡാൻസർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചെയ്ത ഒരു വ്യത്യസ്തമായ കഥാപാത്രമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒരു ഡാൻസർ ആണെന്ന് പറയുമ്പോൾ കലാമണ്ഡലത്തിന്റെ ഒരു വലിയൊരു താങ്കളെ വേറൊരു കഥാപാത്രം ചെയ്യാമെന്ന് താങ്കൾക്ക് എത്രമാത്രം റിസ്ക് ഉണ്ട്? അതിന്റെ റെഫറൻസ് ഉണ്ടല്ലോ, ഈ നമ്മൾ ബ്ലോഗേഴ്സ് ഒത്തിരി കാണാറുണ്ട്. അത് എങ്ങനെയാണ് എന്നൊന്ന് പറയും. ഓണസ്റ്റ്ലി ഈ പടത്തിന് എന്നോട് ഷാരിസ് ചേട്ടനാണെങ്കിലും യൂട്യൂബറാണെന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് റെഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിനെ കാണിക്കില്ലല്ലോ. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെതായ രീതിക്കാണ് ചെയ്തത്. ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിലില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങാൻ പോലും മര്യാദയ്ക്ക് അറിയില്ല. ജസ്റ്റ് പുട്ടിങ് ദ വീഡിയോസ് അത്രേ അറിയുള്ളൂ. അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ടും സിനിമ കഥാപാത്രം അവതരിപ്പിക്കുന്നതും നൃത്തത്തിൽ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഓൾ അബൌട്ട് നമ്മൾ എങ്ങനെ ആ എനർജി ക്യാരി ചെയ്യണം. എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഡിഫിക്കൾട്ടായിട്ട് തോന്നി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു പവറും എനർജി ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ എനിക്ക് ഏതൊക്കെയോ പോയിന്റിൽ തോന്നിയിട്ടുണ്ട് ഡാൻസ് ഉള്ളത് കൊണ്ട് ആണ് എനിക്കിത് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് നമ്മുടെ ഒരു ഫിസിക്കൽ ഫോം വെച്ചിട്ട് ആ ഒരു കഥാപാത്രത്തിൻ്റെ എനർജി ഹോൾഡ് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. സോ എനിക്ക് പേഴ്സണലി ഇതിനൊരു റെഫറൻസ് ഇല്ലാണ്ട് ഞാൻ എൻ്റെതായ രീതിക്ക് എങ്ങനെയാണോ എനിക്ക് റൈറ്ററും ഡയറക്ടറും എങ്ങനെയാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ഈ കഥാപാത്രം വേണ്ടത്, എത്ര മീറ്ററിലാണ് ഇതിൻ്റെ എനർജി ക്യാരി ചെയ്യേണ്ടത് പറഞ്ഞു, അത് ഞാൻ ഡെലിവർ ചെയ്തു. ആൻഡ് ദേ ആർ ആക്ച്വലി എവറി സെക്കൻഡ് ഓഫ് എനിക്ക് 99% ഓഫ് എവറി ഷോർട്ട് വാസ് കംപ്ലീറ്റഡ് ഇൻ 1 to 2 ഷോർട്ട്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ ആക്ച്വലി ഹാപ്പി അത് പെർഫോമൻസ് ചെയ്യുമ്പോൾ തന്നെ. ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി. ഇത് എനിക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും സെറ്റിൽ തന്നെ തൃപ്തി കിട്ടിയെങ്കിലും ഇത് ഓഡിയൻസ് സൈഡിലേക്ക് വന്നപ്പോൾ ഓഡിയൻസ് സൈഡിൽ നിന്നുള്ള റിസപ്ഷൻ കണ്ടപ്പോൾ ഐ ഫീൽ മോർ ഗുഡ്. ബിക്കോസ് എല്ലാവർക്കും അത് ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്ക് ഓൾ എബോ ഒരു കാര്യം കൂടെ പറയാനാണ്. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും സോഷ്യൽ റെലവെൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് ജനങ്ങളിലേക്ക് ഇടുമ്പോൾ ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. പക്ഷേ ഇതിനൊരു പോസിറ്റീവ്, അതായത് ഇത്രയും ഡെട്രിമെൻ്റലി ഒരു മൊത്തത്തിലൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ജനങ്ങൾ ഇത് ഇത്രയും ഏറ്റെടുത്തത്. സോ ഇറ്റ് ഈസ് എ കോമൺലി ജനങ്ങളുടെ അഭിപ്രായമാണ്. ദേ ആർ ആക്ച്വലി ലൈക്കിംഗ് ദിസ് ബിക്കോസ് ദിസ് ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ പടമായിട്ട് ചെയ്ത് പുറത്ത് വന്നിട്ട് ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ ഇനി ഒരിക്കലും ഈ പടം കണ്ട ശേഷം എനിക്ക് ഫീൽ ചെയ്യാണ് ഞാൻ ഇനി ഒരിക്കലും അലീസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു റീൽ ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്യില്ല. ബിക്കോസ് എൻ്റെ തോട്ട് പ്രോസസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഇനി വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമയുടെ വിജയം തന്നെയാണ്. സോ ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ. അത് ഇതിൻ്റെ പാർട്ട് ഓഫ് ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ എൻ്റെ ഈ ഒരു ഫിസിക്കൽ ഫോമും എനർജിയും വെച്ച് ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു. അടുത്ത സിനിമ ഇറങ്ങാൻ പോകണം, ചേട്ടന്റെ സിനിമ ഇറങ്ങാൻ പോകണം. അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ 2.0 എന്നാണ്. അപ്പൊ ഇനിയും തൊട്ട് ഞാന്റെ ഹിറ്റ് പടം മാത്രം പ്രതീക്ഷ ഞാൻ എല്ലാം പ്രതീക്ഷിച്ചു. അല്ല അത് അതിന്റെ പ്രസ് മീറ്റ് ഉണ്ട് അടുത്ത ഇത് വരുന്ന 2 ദിവസം 23 റിലീസാവും. അപ്പം പറയാം ഇത് നിർത്താം. ദിലീപേട്ടൻ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു ചിത്രം വരുന്നുണ്ടെന്ന് കേട്ടായിരുന്നു, ശരിയാണോ? ആ ശരി ശരി. ദിലീപേട്ട ഒരു ക്വസ്റ്റ്യൻ. ദിലീപേട്ടൻ ചാന്തുപൊട്ട്, അതുപോലെ ചക്കരമുത്ത്, അതുപോലെ മായാമോഹിനി, അങ്ങനെ വ്യത്യസ്തമായ ദിലീപേട്ടന്റെ വ്യക്തിയിൽ ക്യാരക്ടറിന്റെ സവിശേഷത കൊണ്ട് ലുക്ക് കൊണ്ട് അപ്പിയറൻസ് എല്ലാം കൊണ്ട് വ്യത്യസ്തമായി ചെയ്ത സിനിമകളാണ്. അതിനുശേഷം പിന്നീട് അങ്ങനത്തെ ഒരു സിനിമകൾ ദിലീപേട്ടന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ക്യാരക്ടർ അത് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യേണ്ട അങ്ങനത്തെ സിനിമകൾ ഇനി വേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണോ അതോ എന്തുകൊണ്ടായിരിക്കും? കാരണം അങ്ങനത്തെ മിക്ക സിനിമകളും അന്യ ഭാഷകളിലേക്ക് റൈറ്റ്സ് വിട്ടുപോയിട്ട് അവിടെ അത് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോഴും അത് ഡ്രോപ്പ് ആക്കി വെച്ചിട്ടുണ്ട്.
അത് അവിടെയാണ് ദിലീപേട്ട ഒരു പ്രസക്തി നമ്മൾ എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ടാണ് മുന്നോട്ട് അങ്ങനത്തെ ഒരു സിനിമകൾ വരാത്തത്? ഇല്ല, അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അങ്ങനെയുള്ളൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തതിൽ 67 വയസ്സുള്ള കേശുവിനെയാണ് വേറൊരാളായിട്ട് ചെയ്തത്, പെർഫോം ചെയ്തത്. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ തലമുറയുടെ തന്നെ ഒരു സംവിധായകനായിരിക്കും. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഏതൊരു ആക്ടർക്കും നല്ലത്. നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ, അവരുടെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയായിരിക്കും, അവരുടെ തമാശകൾ എങ്ങനെ. അത് നമ്മളൊരു കഥാപാത്രമായി മാറി കഴിയുമ്പോഴാണ് നമുക്ക് 1-2 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ അത് കിട്ടുന്നത്. അപ്പോൾ അത് ദിവസവും പെർഫോം ചെയ്യാൻ നമുക്ക് വേറൊരു എനർജിയാണ്. അയാളെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ അയാളെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ആ സിനിമകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഏറ്റെടുത്തതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനും പലപ്പോഴും ചിന്തിക്കണ്ടേ, ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് 10-15 ഹിറ്റുകൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ആ രൂപത്തിൽ മൃഗേ സിനിമയിലെ ഒരു 3 വാക്കുകൊണ്ടാണ് അതിന്റെ ത്രെഡ് പറഞ്ഞത്. അതേപോലെ ദിലീപേട്ടനെ ഇംപ്രസ് ചെയ്ത ഏതെങ്കിലും കഥകൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടോ? 3 വാക്കുകൊണ്ട് ഒരു കഥ. അതേ 3 വാക്ക്. അല്ല, നാട്ടിൽ പുലി ഇറങ്ങുന്നു, പുലിയെ പിടിക്കാൻ വേട്ടക്കാരൻ കൊണ്ടുവന്നു, വേട്ടക്കാരൻ പുലിയേക്കാൾ വലിയ ശരി പോകുന്നു. ഒരുപാട് വാക്കുണ്ടല്ലോ. 3 വാക്കുകൊണ്ട് പറഞ്ഞു. അത് ആ രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ ആർക്കും സാധ്യത. 3 വാചകങ്ങളിലൂടെ അല്ല, അതുപോലെ പണ്ട് ഒരു 2-3 വാചകത്തിൽ നിന്ന് ഉണ്ടായതാണ് പറയുന്നത്. ഒരാളുടെ അപ്പനെ ബസ് ഇടിക്കുന്നു, ആ ബസ് കമ്പനിയായിട്ട് വലിയ കേസാകുന്നു, അവസാനം മുതലാളി കോംപ്രമൈസ് ബസ് കൊടുക്കുന്നു, ആ ബസ് വാങ്ങിയ ഈ അപ്പനും മരിച്ചുപോയി, മകന് ആ ജീവിതം മൊത്തം പ്രശ്നമാകുന്നു എന്നുള്ളതാണ് പറക്കുന്ന നൽകിയുടെ വാചകങ്ങൾ. അപ്പം അങ്ങനെ അതുപോലെ മീശമാൻ തുടങ്ങുന്ന സമയത്ത് ഒറ്റ വാചകമേ ഉള്ളൂ, കള്ളൻ പോലീസിനെ പിടിച്ച്. അതിൽ നിന്നാണ് മീശമാധവൻ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. പത്രസമ്മേളനം തീരാറായി. എനിക്കൊരു പോകേണ്ട കാര്യമുണ്ട്. കാരണം വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ വൈഫ് ചോദിക്കും, ചോദ്യം വല്ലതും കിട്ടിയോ? പോകേണ്ടതിൽ ചോദിക്കാനൊന്നും വലുത് എനിക്ക് മനസ്സിലായി. ഹോസ്പിറ്റലിൽ മോള് പറഞ്ഞത് അല്ല, മലയാള സിനിമയിൽ ഇവിടെ തന്നെ മലയാള സിനിമയിലെ ഇപ്പൊ അച്ഛൻ കഥാപാത്രങ്ങൾ ഇപ്പൊ ഓഡിയോ ലോഞ്ചിന് പറയുന്നത് ഇപ്പൊ അച്ഛൻ കഥാപാത്രം ചെയ്ത് ഇപ്പൊ ഞാനും സിദ്ദിഖ് ഇപ്പൊ നിങ്ങളുടെ ഒരു മത്സരം പോലെയാണ്. ഇപ്പൊ ഒരു വൈബ് തന്ന ലെവലിലോട്ട് ഇപ്പൊ സെന്റിമെന്റ് ഇമോഷണലൊക്കെ മാറിയിട്ട് നല്ല വൈബായിട്ടുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് മലയാള സിനിമയിൽ മലയാളികൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും മത്സരം പോലെയാണോ നിങ്ങൾ തമ്മിൽ? ഞാനോ ആരുമായിട്ട് ഒരു സച്ചിൻ ടെണ്ടുൽക്കർ, ഞാൻ ലീഗ് കളിക്കുന്ന ഒരു അപ്പൊ എന്റെ വഴിക്ക് വിടുവില്ലേ. പിന്നെ ഈ സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ പത്രസമ്മേളനം എനിക്ക് തോന്നുന്നു ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഉത്തരത്തിന്റെ ലെങ്ത് കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നു. ഉത്തരം കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് കുറെ കൂടെ ചോദ്യങ്ങൾ നമുക്ക് പറയാമെന്ന് തോന്നുന്നു. കാരണം പക്ഷെ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സിനിമ ചോദിക്കുന്ന ചോദ്യം അതുപോലത്തെ അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇത് സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ല. നമ്മൾ സാധാരണ പടത്തിന് മുമ്പ് പ്രശ്നമായിട്ട് വെക്കും. അപ്പോൾ നമുക്ക് രണ്ടോട്ട് ഇത് ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും. കാരണം ഈ സിനിമ വിജയിച്ചിട്ട് അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്നു. ദൈവം സിനിമ ഓടിയത് പ്രത്യേകിച്ച് ഞാനുമായിട്ടൊരു വേദി പങ്കിടാൻ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കാനും സാധിച്ചല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഉത്തരം കഴിയുമ്പോൾ പോവാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ദിലീപേട്ട, നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റ് സക്സസ് ആക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രിൻസ് ആൻഡ് ഫാമിലി കാണാത്ത പ്രേക്ഷകർ എല്ലാവരും ചിത്രം കാണുക. ദിലീപേട്ടന്റെ 150ാമത്തെ ചിത്രം. അതല്ല, ഞാൻ എന്നോ ഇവിടെ സാറ് പറയാൻ നിൽക്കുമായിരുന്നു. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഇത്രയും സിനിമ നിർമ്മിച്ച ഒരാളാണ്. അല്ല, വീണ്ടും ഒന്നുകൂടെ പറയാണ്, ഞാൻ അതായത് 150 രൂപ അല്ലെ 200 രൂപ എടുത്ത് ടിക്കറ്റ് കാണുന്ന ഒരാൾക്ക് ഏത് സിനിമയും വിമർശിക്കാം, അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല.
ഈ ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ഒരാൾക്കിട്ട് മാത്രം അല്ലെ 2 പേർക്കിട്ടോ 3 പേർക്കിട്ടോ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പേരെയാണ് വിഷമത്തിലാക്കുന്നത്. ഒരുപാട് എല്ലാ സിനിമകളും എഫേർട്ടുകളും ഉണ്ട്. പക്ഷെ നമ്മളെ ഒരു 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 മാസീവ് അറ്റാക്ക് എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മളെന്താണ് 5 പേര് എറിഞ്ഞോട്ടെ, 10 പേര് അല്ലെ 100 പേര് ഇപ്പറേ ഉണ്ട് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, 100 രൂപയ്ക്ക് അല്ലെ 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ആള് നമ്മുടെ സിനിമയുടെ ടോട്ടൽ കഥ പറയുകയാണ്, കഥാപാത്രങ്ങളെ എണ്ണി പറയുകയാണ്, നശിപ്പിക്കുകയാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, പേരെടുത്ത് ഒന്നും പറയുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് നശിപ്പിക്കുകയാണ്. അതിന്റെ ഇൻകം കിട്ടുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ അതിന്റെ പേരെടുത്തെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ എത്ര നേരമാണ് ആക്ച്വലി. നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ റീച്ച് പോയി ആദ്യം 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 5 ലക്ഷം പേര് കാണുന്ന അല്ലെ 8 ലക്ഷം പേര് കാണുന്ന ഒരു വീഡിയോനെ ചിലപ്പോൾ ഒരു 10,000 പേരെ സ്വാധീനിക്കാൻ പറ്റും, 20,000 പേരെ ചിലപ്പോൾ സ്വാധീനിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളത് റിമൂവ് ചെയ്യുമ്പോഴോ വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴോ അതും വീണ്ടും ഒരു ടോക്കായിട്ട് വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഒരു സിനിമയുടെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ നോക്ക്, നിങ്ങൾക്കറിയാം, നിങ്ങളുള്ളത് തന്നെ വേറെ രീതിയിൽ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം ഇഷ്ടപ്പെടാത്ത, ഒരു പോയിന്റ് പോലും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അറിയാം എന്തോ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ അവരെല്ലാം വട്ടന്മാര്, അവരെല്ലാം കൊള്ളത്തില്ലാത്തവര്, അല്ല അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത്. അത് മാത്രമാണ് ഇത്രയും സിനിമ നിർമ്മിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അഭിപ്രായങ്ങൾ പറയാം, 100% വിമർശിക്കാം, നോ ഇഷ്യൂസ്, നോ പ്രോബ്ലം. പക്ഷെ നമ്മളൊക്കെ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നത്, ഈ പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പൊ നമുക്കൊരു നല്ലൊരു കാര്യം വരുമ്പോ ഞങ്ങളും അതിന്റെ ഒരു എൻജോയ്മെന്റിൽ കൂടെ കടന്നു പോയിക്കോട്ടെ. അതിനെ ഞങ്ങള് തകർക്കരുത്, ചെറിയ കുറച്ച് ആൾക്കാർ ചേർന്ന് തകർക്കരുത്. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു അപേക്ഷയാണ്. സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു പുതിയൊരു ഡയറക്ടർ, ഒരു അഭിലാഷാണ് സിനിമ, ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു റൈറ്റർ, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയെ വർക്ക് ചെയ്തവര് എല്ലാം. അപ്പൊ നമ്മുടെ സിനിമ കണ്ടിട്ട് അതിനെ വിമർശിച്ചിട്ട് അതിന്റെ റവന്യൂ ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ ഈ ചെറിയ യൂട്യൂബ് നടത്തുന്നവരുണ്ടല്ലോ, അതിനൊരു ഇൻകം ഉണ്ട് അല്ലെ? ആ ഇൻകം ആർക്കാ കിട്ടുന്നത്? അതുള്ളൂ നമ്മുടെ പ്രശ്നമുള്ളൂ. നമ്മുടെ സിനിമയെ വിമർശിച്ചുകൊണ്ടിട്ട് അത് പറയുമ്പോൾ അടച്ചാക്ഷേപിക്കുക, അതൊരു തെറ്റായ കാര്യമായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. താങ്ക് യു. താങ്ക് യു. ഒറ്റ കൂടി ഇവിടെ ചേർന്ന എല്ലാ പ്രിയപ്പെട്ട